മുഗ്രാൽ ഫുട്ബോളിൻ്റെ ഇന്നത്തെ അപജയത്തിൻ്റെ പ്രധാന കാരണം? ആസിഫ് ഖാന്റെ നേതൃത്വത്തിൽ മുഗ്രാൽ ഫുട്ബോളിൻ്റെ ഭാവി എങ്ങനെയുണ്ടാകും? ആസിഫിന്റെ നേതൃത്വം നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. എന്നാലും ഇപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ മുഗ്രാൽ സ്പോർട്സ് ക്ലബ്ബ് പണ്ടത്തെ പ്രതാപത്തിലേക്ക് ഒരിക്കലും എത്തേക്കാം. കാരണം എന്താ വെച്ചാല് ഇപ്പോ ആൾക്കാരും മുഗ്രാലിൽ നിൽക്കുന്നില്ല. പുതിയ യുവാക്കൾ നല്ല നല്ല കളിക്കാർ വരുന്നുണ്ട്. ഒരു 10-22 വയസ്സാകുമ്പോഴേക്കും എല്ലാവരും നാടുവിടാണ്. എന്ന് വെച്ചാൽ അതൊരു പുതിയ കാലഘട്ടത്തിന്റെ പ്രശ്നമാണ്. നമുക്കെന്ന് വെച്ചാൽ ഇപ്പൊ വരുന്ന കുട്ടികളെല്ലാം പഠിക്കുന്നു. എല്ലാവരും ഡിഗ്രി പഠിക്കാത്ത ഒരാളില്ല. പണ്ട് SLC പാസ്സാകുന്ന ഇത്ര ആൾക്കാരുണ്ട്. 80s 70s 80s SLC പാസ്സാകുന്ന ആളെയില്ല. നേരെ മറിച്ചിട്ട് ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് ഡിഗ്രി പാസ്സാകാത്ത പിള്ളമാരേ ഇല്ല. എല്ലാ യുവാക്കളെല്ലാം ഡിഗ്രി അവര് വീട്ടിൽ നിന്ന് സമ്മതിക്കില്ല അവര് കളിച്ചിട്ട് അവിടെ നിൽക്കാൻ. വിദ്യാഭ്യാസത്തിന് ഭയങ്കര അത് ഇനി ഒരിക്കലും അതിന് മാറ്റാൻ പറ്റില്ല. 70 മുതൽ ഇല്ലെങ്കിൽ 80 90 2000ന്റെ ആദ്യ കാലഘട്ടത്തിൽ മുഗ്രാലിന്റെ ശരിക്കും സുവർണ കാലഘട്ടം. ആ കാലഘട്ടം ഒരിക്കലും ഞങ്ങൾക്ക് തോന്നുന്നില്ല തിരിച്ചു വരണമെങ്കിൽ ഒരേ ഒരു ഇത് നടക്കും. എന്ന് വെച്ചാൽ നമ്മളവിടെ പ്രൊഫഷണലിസം വരണം. നമ്മൾ ഫുട്ബോളിൽ ഒരു പ്രൊഫഷണലിസം വരണം. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ടീംസ്, ഫോർ എക്സാമ്പിൾ നമുക്കൊരു CPCRI ഏതെങ്കിലും ഒരു ടീം ഫുൾ ടീമിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും CPCRI പോലത്തെ വേറെ കുറേ നല്ല കമ്പനികൾ വരണം. കാസർഗോഡിൽ നമുക്കറിയാം കമ്പനി വരാനുള്ള ചാൻസസും കുറവ്. അങ്ങനെ ഒരു കമ്പനി എടുക്കുമ്പോൾ മൊഗ്രാലിൽ തന്നെ കുറച്ച് പ്ലേയേഴ്സിനെ നമ്മൾ ചുറ്റുഭാഗത്തുള്ള കമ്പനികളിൽ സ്പോർട്സ് കോട്ടയിലൂടെ കയറണം. അന്നെങ്കിലും മാത്രം അതിനൊരു ചാൻസസ് ഉണ്ട്. ആ ഇന്നത്തെ സാഹചര്യത്തിൽ കാസർഗോഡിൽ അതിനൊരു ചാൻസസ് കുറവാണ്. പഴയ പ്രതാപത്തിലേക്കൊന്നും തിരിച്ചു വരില്ല എന്നതിന്റെയാണ് എന്റെ ഒരു 99%. പിന്നെ ആസിഫ് ഖാന്റെ അഭിമുഖമൊന്നും കണ്ടിട്ടില്ല. കോൺഫിഡൻസോടെയാണ് ആസിഫ് ഖാൻ. അത് ശരിയാണ്. എനിക്ക് ആകെ ഒരു പ്രതീക്ഷ ഉള്ളത് ആസിഫിന്റെ മാത്രമാണ്. ആസിഫിനെ പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. കുട്ടികൾ നല്ല കളിച്ചിട്ട് ഒരു സെറ്റ് ആകുമ്പോഴേക്ക് അവർ ഗൾഫിൽ പോകുന്ന ആസിഫിന് എന്ത് ചെയ്യാൻ പറ്റും? ആസിഫ് നല്ലൊരു ട്രെയിനിങ് കൊടുക്കും, ടീമാക്കി എടുക്കും. ഏത് ടീമും അങ്ങനെയാണ്. ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഏത് ക്ലബിനും ഉണ്ടാവും. ഇത് ഏറ്റവും വലിയ ഡൗണിലാണ് നമ്മളുണ്ട്. ഇപ്പൊ ഇനി നല്ല കുറേ നല്ല കളിക്കാറുണ്ട്. ആ കളിക്കാരെല്ലാം ഇപ്പൊ എങ്ങനെ ഒരു വർഷത്തിന് കൊണ്ട് നമുക്ക് മുഗ്രാൽ ടീമിനെ നല്ലാക്കി എടുക്കാൻ പറ്റും. മാത്രം നല്ലാക്കി എടുത്തെങ്കിലും അതൊരു 1 വർഷം കഴിഞ്ഞിട്ട് ഒറ്റയടിക്ക് എല്ലാവരും പോകും. ഞങ്ങളെ കാലം ഞാൻ പറയാം, ഞാൻ അഷ്റഫ്, ലില്ലു, ഖാലിദ്, ആസിഫ് ഇവരെല്ലാം ഉണ്ടായ സമയത്ത് നമ്മളെല്ലാരും നാട്ടിൽ തന്നെ, ലുക്മാനും എല്ലാരും അല്ല. ഞങ്ങൾക്ക് എന്തെന്നറിയില്ല, ഞങ്ങൾക്കുണ്ട ഒരു ഭാഗ്യമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മുഗ്രാലിന് വേണ്ടി കളിക്കാന്നുണ്ട് നല്ലൊരു ഭാഗ്യമാണ്. നമുക്ക് എപ്പോൾ അറിയപ്പെടുന്നുണ്ട്. എവിടെ പോയാലും മുഗ്രാലിലെ എന്നെ അറിയില്ല, എന്നെ ഫുട്ബോൾ ഡ്രസ് അതൊരു ശരിക്കും ഞങ്ങൾക്ക് ഒരു 33 കൊല്ലക്കാലം കളിക്കാൻ പറ്റിയത്, ഒരു 33 വയസ്സോളം കളിക്കാൻ പറ്റിയത് അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. മാത്രം ഇപ്പോഴത്തെ പ്ലേയേഴ്സിനെ അങ്ങനെ ആരെയും അങ്ങനെ വീട്ടിൽ നിന്ന് നിൽക്കാൻ വിടും? അതാണ് അതിന്റെ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ. ഞാൻ പറയുന്ന പ്രകാരം 2-3 പ്ലേയേഴ്സ് നല്ല ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ബാക്കിയുള്ള പ്ലേയേഴ്സ് നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരണ്ടേ? തീർച്ചയായും ആസിഫിന് എല്ലാ ആശംസകളും ഉണ്ട്. ആസിഫിന്റെ പ്രയത്നം കൊണ്ട് ക്ലബ്ബ് പണ്ടത്തെ പ്രതാപത്തിൽ എത്തട്ടെ എന്ന് തന്നെയാണ് എന്റെ പ്രാർത്ഥന. താങ്കളുടെ ഈ ഫുട്ബോൾ കരിയറിൽ ഏറ്റവും മറക്കാനാവാത്ത ഒരു പ്രകടനം അല്ലെങ്കിൽ ഏറ്റവും മറക്കാനാവാത്ത ഒരു ദിവസം ഏതായിരുന്നു? എല്ലാവരും പറയുന്ന പോലെ നമുക്ക് എല്ലാ കളിയും ഒന്നും മറക്കാൻ പറ്റാത്ത ദിവസങ്ങൾ തന്നെയാണ്. എന്റെ അഭിപ്രായത്തിൽ NA ട്രോഫിയാണ്. NA ട്രോഫി എന്ന് വെച്ചാൽ നമുക്ക് NA ട്രോഫി എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങളൊരു ഉത്സവമായിരുന്നു. നമുക്ക് അവിടെ കളിക്കാൻ പോകുന്നതിന് മുമ്പത്തെ ഒരു പ്രിപ്പറേഷൻ അതൊരു വലിയൊരു ഉത്സവമായിരുന്നു. ഞാൻ പറയാം, ഒരു 2-3 വർഷക്കാലം നമ്മൾ എല്ലാ ടൂർണമെന്റിന്റെ ഫിക്സർ വാങ്ങിയിട്ട് നമ്മൾ ഫസ്റ്റത്തെ കളി മുതൽ ഫൈനൽ വരെയുള്ള കളി വരെ നമുക്ക് അവർ പറഞ്ഞു കൊടുക്കുക, ഇന്ന ദിവസം ഒന്ന് കളി വെക്കണ്ടെന്ന്. അത് നമ്മളൊരു കോൺഫിഡൻസ് ആയിരുന്നു. എന്താ വെച്ചാൽ അങ്ങനത്തെ ടീമായിരുന്നു ആ സെറ്റ്. അതിൽ ആകെ ഒരു പ്രാവശ്യം എന്താ വെച്ചാൽ ലുക്മാന്റെ കാല് ഉളുക്കിപ്പോയി. അന്ന് മുതൽ ലുക്കു സിംഗിന്റെ കാല് അന്ന് മുതൽ നമ്മള് ശരിക്കും പറഞ്ഞാൽ ലുക്മാനേക്കാളും നല്ല പ്ലെയർ പിന്നെ വന്ന് എന്നിട്ട് പോലും ടീം സെറ്റായില്ല. സെറ്റായ ടീം ഒരാൾ പോയെങ്കിലും ഒരു പ്രശ്നം അതാണ്. നമുക്ക് മറക്കാനാവാത്ത അനുഭവം കുറെ ഉണ്ട്. പറഞ്ഞ പോലെ എന്റെ കല്യാണത്തിന്റെ പിറ്റേഴ്സ് തന്നെ അടിച്ചത് എന്താ വെച്ചാൽ ഞനക്ക് മറക്കാനില്ല, എന്നെ മറക്കാനും വിടുന്നില്ല. 7 പോയെങ്കിലും ഒരു പറയുന്ന ഒരു ഗോളിനെ പറ്റിട്ട് പറയുന്നു. NA ട്രോഫിയിലെ ഒരു ഗോൾ എന്ന് പറയുന്നത് സെൻട്രൽ. ശരിക്കും ഞങ്ങൾക്ക് അത് അത്ര വലിയ കളിയൊന്നും അല്ലെങ്കിലും ആൾക്കാർ എപ്പോഴും അത് പറയുന്നുണ്ടുകൊണ്ട് എനിക്കത് മറക്കാൻ പറ്റാത്തൊരു കളിയായി. ഇപ്പം മുഗ്രാലിലുള്ള ഒരു ടൂർണമെന്റ് നടന്നിട്ട് കൊല്ലങ്ങളായി.
അപ്പോൾ താങ്കളാണ് മുഗ്രാലിൽ, താങ്കളും ആസിഫ് ചെയ്യുമാണ് മുഗ്രാലിൽ ആദ്യമായ ഒരു ഫ്ലഡ് ലൈറ്റ് ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചത്. ഇപ്പോൾ ആസിഫ് ഖാൻ്റെ അഭിമുഖത്തിൽ ആസിഫ് ഖാൻ പറയുകയുണ്ടായി, ഷാജഹാൻ ദുബൈയിൽ നിന്ന് വരികയാണെങ്കിൽ ടൂർണമെൻറ്റിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്ന്. ഷാജഹാൻ്റെ സാന്നിധ്യം നിർബന്ധമായും അതിന് വേണമെന്ന്. അതിനെക്കുറിച്ച് എന്താ പറയുക? നമുക്ക് മുഗ്രാലിൽ നമുക്ക് ഒരു ഭാഗ്യവശാൽ അത് നമുക്കിപ്പോൾ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. എന്താ വെച്ചാൽ ആദ്യം കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് മുഗ്രാലിൽ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റി എന്ന് പറഞ്ഞത് വലിയൊരു കാര്യം തന്നെ. ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു ഇതൊരു വലിയൊരു ചരിത്രമാകാൻ പോകുന്നത് നമുക്കറിയില്ലായിരുന്നു. നമ്മളെ UAE മീറ്റ് പോലെ തന്നെയാണ് അതൊരു ചരിത്രം. അപ്പം ഞങ്ങളെല്ലാവരും പറഞ്ഞു ഇതൊരു ചരിത്രമാണ്, ചിലപ്പോൾ നാളെ അടുത്ത വർഷം മുതൽ അങ്ങനത്തെ ഒരു പരിപാടിയേ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അതുപോലെ തന്നെ അതൊന്നൊരു ചരിത്രമെന്ന് ഞങ്ങൾക്ക് അന്ന് അറിഞ്ഞില്ലായിരുന്നു. മുഗ്രാലിന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് നടക്കാത്തൊരു സംഭവമാണ് ദുബായിലെ കൂട്ടായ്മ. തീർച്ചയായും. അപ്പോൾ ആ കൂട്ടായ്മയ്ക്ക് ശേഷം ചില അപസ്വരങ്ങളൊക്കെ താങ്കളും അറിഞ്ഞു കാണും. മുഗ്രാൽ സ്പോർട്സ് ക്ലബ് ദുബായ് കമ്മിറ്റിയുടെ ട്രഷററാണ് താങ്കൾ. അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തു. അത് എന്തുകൊണ്ടാണ് അതൊരു രൂക്ഷമായിട്ട് മാറാൻ കാരണം? ശരിക്കും അത് രൂക്ഷമാക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല. നമ്മളെന്താ വെച്ചാല് കുറേ കോംപ്ലക്സ് ആണ്, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, കുറേ ആൾക്കാരെ കമന്റ്. ഇപ്പൊ ആൾക്കാരെല്ലാവരും ഒരുപോലെയല്ല. ഇപ്പൊ ഞാൻ മുഗ്രാൽ സ്പോർട്സ് ക്ലബിൽ സജീവമാണ്, അതുപോലെ തന്നെ മുഗ്രാൽ ഓൺലൈനിൽ സജീവമാണ്. മുഗ്രാൽ ഓൺലൈൻ എന്ന് വെച്ചാൽ ആദ്യകാല മുഗ്രാൽ, അതിനു മുമ്പ് അനീസ് ഉണ്ടാക്കിയ തന്നെ നമ്മൾ മുഗ്രാലിന്റെ ഒരു ഓർക്കൂട്ട് പോയിട്ടുണ്ടായിരുന്നു, അതിലും അംഗമായിരുന്നു. അതെ, മുഗ്രാലിന് എന്തുണ്ടെങ്കിലും നമുക്കൊരു കൂട്ടായ്മയില് നമുക്ക് മുഗ്രാൽ ഒരു നാല് മുഗ്രാലാരെ കാണുന്നെന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഇത് മുഗ്രാൽ ഓൺലൈനിൽ നമുക്ക് അതൊരു കുറച്ചാളെ സംരംഭമാക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആ ഒരു പ്രശ്നം ഇപ്പോഴും ഇപ്പൊ പല ആൾക്കാർക്കും ഒരു തോന്നലുണ്ട് ഇത് മുഗ്രാലുകാരുടെ എല്ലാം. ആ ഇത് മാറണം. ഇത് മുഗ്രാലുകാരുടെ, മുഗ്രാൽ ഓൺലൈൻ, അത് അനീസിന്റെ ഒരു ഐഡിയ ആണെങ്കിൽ അത് മുഗ്രാലിന്റെ ഒരു സ്വത്തായി. ഇപ്പൊ മുഗ്രാൽ സ്പോർട്സ് ക്ലബ്ബ് ഒരു മുഗ്രാലിന്റെ സ്വത്ത് പോലെ മുഗ്രാൽ ഓൺലൈന് മുഗ്രാലിന്റെ ഒരു സ്വത്തായിട്ട് കാണണം. അപ്പൊ എന്ന് വെച്ചാൽ കഴിഞ്ഞ ഇതിൽ തന്നെ എന്താ വെച്ചാൽ മുഗ്രാൽ സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ആയിരുന്നു അത്. അപ്പൊ മുഗ്രാൽ സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റില് നമ്മൾ മുഗ്രാൽ ഓൺലൈൻ രണ്ടും വേറെ എന്നൊരു തോന്നില്ല. അതുകൊണ്ട് നമ്മൾ സംയുക്തമായി സംഘടിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. സംയുക്തമായി സംഘടിപ്പിച്ചു. അതിന്റെ ഇടയിൽ കുറെ ആൾക്കാർ ഇത് കഴിഞ്ഞതിന് ശേഷം മുഗ്രാൽ ഓൺലൈനാണ് സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ ഇത് ചെയ്യുമ്പോഴേക്ക് എന്താ വെച്ചാല് ക്ലെയിം ചെയ്യുമ്പോഴേക്ക് അതിന് ബന്ധപ്പെട്ട കുറെ ആൾക്കാർ നമ്മൾ ഒന്നും പ്രതികരണം ഉണ്ടായിട്ടില്ല. അത് കുറെ ആൾക്കാർക്ക് വിഷമമുണ്ട്. അതിനുശേഷം മുഗ്രാൽ പുത്തൂർ വെച്ചു. അപ്പൊ അതും ശരിക്കും അതൊരു സുവർണ ലിപികളിൽ നാളെ എഴുതുന്ന ഒരു സംഭവമാണ്. എന്നിട്ട് പോലും അവർക്ക് അതിന്റെ ഒരു ഇത് ക്രെഡിറ്റ് കൊടുക്കാതിരുന്നിട്ടാകുമ്പോൾ സ്വാഭാവികമായ ഒരു പ്രശ്നം മാത്രമാണ്. അതെല്ലാം ഇൻഷാ അല്ലാഹ് ശരിയാവും. ഏതായാലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറന്ന് എല്ലാവരും മാറി നിൽക്കുന്നവർ തിരിച്ചു വരണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അവരോട് മാറി നിൽക്കുന്നവരോട് ഷാജഹാൻ എന്താ പറയാണ്? തീർച്ചയായും അവരെല്ലാം വരുമായിരിക്കും. എന്നുവെച്ചാല് നമുക്ക് പ്രധാനമായിട്ടും താങ്കളുടെ ജ്യേഷ്ഠൻ സെഡയാണ് മുഗ്രാൽ സ്പോർട്സ് ക്ലബ് ദുബായ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്. അദ്ദേഹം ഈ സംഭവത്തിന് ശേഷം മാറി നിൽക്കുകയാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ പല ആൾക്കാർക്കും എന്ന് വെച്ചാൽ ഇതാണ് ജോലി പ്രശ്നങ്ങളും ഇതുകൊണ്ടെല്ലാം വരാൻ പറ്റാത്തതുണ്ടാവും. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഫ്രീ ഒന്നുമില്ലല്ലോ. അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്ന എല്ലാവരും വരണം. എന്ന് വെച്ചാൽ വരുന്നതിന് മുമ്പ് നമ്മളൊരു ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പറഞ്ഞു തീർക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ഓൺലൈനിന്റെ അടുത്ത ഒരു മീറ്റ് നമുക്ക് 4ാമത്തെ മീറ്റ് നമുക്ക് വിപുലമായിട്ട് നടത്തുമ്പോൾ ഇവരെല്ലാം കൂട്ടിയിട്ട് നമുക്ക് നടത്തണം. അതുപോലെ തന്നെ മുഗ്രാൽ സ്പോർട്സ് ക്ലബിന്റെ കീഴിലുള്ള ഫുട്ബോൾ ടൂർണമെന്റ് അതും ഞാൻ പറയുന്നത് രണ്ടും ഒന്നിച്ച് നടത്തണ്ട. ഇനി രണ്ടും വേറെ തന്നെ നടത്തുക. അതെന്ന് വെച്ചാൽ ഞങ്ങളാണ് നടത്തി വിജയിപ്പിച്ചത് പറയേണ്ട ആവശ്യമില്ലല്ലോ. രണ്ടും വിജയിക്കട്ടെ. രണ്ട് പരിപാടിയിലും എല്ലാവരും സംബന്ധിക്കുക. രണ്ട് പരിപാടി എല്ലാവരും ചേർന്ന് അത് തന്നെ. രണ്ടും ഞങ്ങൾ തന്നെ, രണ്ട് മുഗ്രാലിന്റെ സ്വത്താണ്. അതെല്ലാം പ്രശ്നം എന്തായാലും ഞാൻ വിചാരിക്കുന്ന അടുത്ത കാലഘട്ടം എത്രയും പെട്ടെന്ന് അതെല്ലാം പ്രശ്നങ്ങൾ തീരും തന്നെ വിചാരിക്കും. പിന്നെ നമുക്ക് ഫുട്ബോളിനൊക്കെ തൽക്കാലം ഇവിടെ പറയാം. നമുക്ക് താങ്കൾ ആദ്യമായിട്ടാണ് വിശുദ്ധ ഭൂമിയിൽ വന്നത്. മക്കയിലൊക്കെ പോയി ഉംറയൊക്കെ കഴിഞ്ഞു. പരിശുദ്ധ കഅബാലയം കണ്ടപ്പോൾ താങ്കൾക്കുണ്ടായ ആദ്യത്തെ ഒരു വികാരം എന്തായിരുന്നു? അത് ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ തന്നെ കഅബാലയം കണ്ടപ്പോൾ ഞാൻ 10-40 വർഷക്കാലം നമ്മൾ ആരാധിച്ച ഖിബിലയാക്കി ആരാധിച്ചൊരു പുണ്യ സ്ഥലം അത് കാണുമ്പോഴേക്ക് അതോടൊപ്പം തന്നെ ഖിബിലയുടെ ഫസ്റ്റ് ലൈനിൽ നിന്ന് നിസ്കരിക്കാൻ അതെന്താ വെച്ചാല് ശരിക്കും ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രക്കും ഒരു വികാരമാണ് അത്. എന്ന് വെച്ചാല്
എന്ത് എനിക്ക് പറയാൻ പറ്റില്ല. ഈ ഞാൻ എന്നോട് പണ്ടേ പറയും എല്ലാവരും ഈ ഹജ്ജിന് പോയ ആളല്ല, അവിടെ എന്തെങ്കിലും അത്ഭുതങ്ങളുണ്ട്, മാത്രം പറയാൻ പറ്റാത്ത അത്ഭുതങ്ങൾ. കാബ എന്ന് വെച്ചാൽ അത്രയ്ക്കും നമുക്ക് എന്തില്ല, അതൊരു ശരിക്കും ഞാൻ ആ ഫ്ലൈറ്റിൽ കയറുമ്പോൾ പോലും എനിക്കത് കാബ കാണാൻ പറ്റുമെന്ന് എനിക്കൊരു തോന്നൽ പോലും ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ മനസ്സിലങ്ങനെ തോന്നുന്നില്ല അത് എങ്ങനെയായിരിക്കും. അത് ഞാൻ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് ഞാൻ അതിന് ഒരു എക്സൈറ്റഡ് ആയിരുന്നു അവിടെ എത്താൻ. അവിടെ എത്തിച്ച് ആ ഒരു പ്രാർത്ഥനയിൽ തന്നെ ആയിരുന്നു. എന്ന് വെച്ചാൽ അത് ഞാൻ പറയുന്നത് നമുക്ക് ആർക്കെല്ലാം ഇവിടെ എത്താൻ പറ്റുന്ന അവരെല്ലാം ഒരുപാട് പേർ എത്രയും കാശ് ഉണ്ടായിട്ടും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഇതുവരെ എത്താത്തവരോട് ഷാജഹാൻ എന്താണ് അവരോട് പറയുന്നത്? എത്രയും പെട്ടെന്ന്. എന്ന് വെച്ചാൽ ഇത് ഒരു ചാൻസ് ആണ്. ചിലപ്പോൾ നമ്മൾ കിട്ടിയില്ലെന്ന് വരാം, നമ്മൾ അള്ളാഹു മാത്രം അറിയുന്ന കാര്യം. അതെ, തീർച്ചയായും. എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് എല്ലാവരും എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ഇത് പിന്നെ അതിന് നാളേക്ക് വെക്കേണ്ട ഇതല്ല ഇത്. എന്ന് വെച്ചാൽ എപ്പോഴും എത്രയും പെട്ടെന്ന് നമ്മള് പുണ്യസ്ഥലം മക്ക മദീന സന്ദർശിക്കും. അതുപോലെ നമ്മുടെ ഹബീബായ റസൂലിന്റെ നാട്ടിലാണ് ഇപ്പോഴുള്ളത്. വിശുദ്ധ മദീന ഒക്കെ കണ്ടു, പുണ്യ റസൂലിന് സലാമൊക്കെ പറഞ്ഞു. അതൊക്കെ ഒരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും. അതെന്താ വെച്ചാല് അത് മാത്രമല്ല, നമ്മള് ചരിത്രം കുറേ കേട്ടതാണ്. പുണ്യ അവിടെ അതെ അതിന്റെ എല്ലാം നമ്മള് നേരിട്ട് കാണുകയാണ് ഇതിന്റെ എല്ലാം അനുഭവങ്ങൾ, ഓരോ അതിന്റെ അതൊക്കെ ഒന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും. നമ്മൾ കേട്ടത് നമ്മൾ കാണുകയാണ് ഇതെല്ലാം. അപ്പോൾ എന്നിട്ടും അതൊരു വലിയൊരു അനുഭവമായിരുന്നു. എന്താ വെച്ചാൽ നമ്മളെ മനസ്സ് തട്ടിയിട്ടാണ് നമുക്ക് ഇവിടെ എല്ലാം പ്രാർത്ഥിക്കുന്നത്. നമുക്ക് അറിയില്ല എനിക്ക് എന്തുകൊണ്ടെന്ന്. നമുക്ക് ഇത്രത്തോളം ഭക്തി നമുക്ക് നാട്ടിൽ എവിടെ പോയാലും കിട്ടൂല. മക്കയിലാണ് മദിനയിലാണ് നമുക്ക് എല്ലാ പ്രാർത്ഥനയും മനസ്സിൽ തട്ടിയിട്ട് നമുക്ക് അറിയാതെ നമുക്ക് അറിയുന്നില്ല എന്തുകൊണ്ടാണ് അത്രക്കും നമ്മൾ ഭക്തിയോട്. നമുക്ക് വേറൊരു ചിന്ത നമ്മളെ മനസ്സിൽ വരുന്നില്ല. വെറും അള്ളാഹ്, ഈ ദുനിയാവും ഈ ആക്രത്തിനെ പറ്റി മാത്രമാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഇവിടെ എത്തുമ്പോഴേക്കും. ഏതായാലും ഈ സ്ഥലമൊക്കെ സന്ദർശിച്ചതിന് ശേഷം മനസ്സിലുണ്ടാകുന്ന തീരുമാനം വീണ്ടും ഇവിടെ എത്തണം എന്ന് തന്നെയാണ്. തീർച്ചയായും എന്റെ തീരുമാനം എന്ന് വെച്ചാൽ എല്ലാ വർഷവും കഴിയുന്നെങ്കിൽ എല്ലാ വർഷവും ഉംറ ചെയ്യണം തന്നെയാണ്. അതിന് ഇത്രയും പെട്ടെന്ന് ചെയ്യട്ടെ. താങ്ക് യു. അപ്പോൾ ഇത്ര നേരം നിങ്ങൾ മുഗ്രാൽ ഓൺലൈനുമായി സഹകരിച്ചത് വളരെയധികം നന്ദി. താങ്ക് യു. അസ്സലാമു അലൈക്കും.